ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസി മോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി, ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. കണ്ണാടി കാൺമോളം തന്നെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും വിഡ്ഢികൾ വിരൂപന്മാർ. ഇങ്ങനെയുള്ളൊരു ചൊല്ലുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മളെക്കുറിച്ച് നമുക്ക് എത്രമാത്രം ധാരണയുണ്ട്, നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു, കരുണ കാണിക്കുന്നു, കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. ദ മോർ യു ലവ് യുവർ സെൽഫ്, ദ മോർ യു ക്യാൻ ലവ് ദ വേൾഡ്. എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുവോ അത്രമാത്രം നമുക്ക് ഈ ലോകത്തെ സ്നേഹിക്കാൻ സാധിക്കും. നമ്മൾ എത്രമാത്രം നമ്മളോട് കരുണ കാണിക്കുന്നുവോ അത്രമാത്രം കരുണ നമുക്ക് പുറമെ മറ്റുള്ളവരോട് കാണിക്കാൻ സാധിക്കും. നമ്മളോട് എത്രമാത്രം ദയ കാണിക്കുന്നുവോ അത്രമാത്രം ദയ നമുക്ക് മറ്റുള്ളവരോടും കാണിക്കാൻ സാധിക്കും. ബാക്കിയുള്ളതെല്ലാം ഒരു അഭിനയം മാത്രമാണ്. കുറച്ചു നാളെ കാണിക്കാൻ സാധിക്കൂ, അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നമുക്ക് വേണ്ടിയാണോ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ? ആത്മവിശ്വാസത്തോടെ സ്വയം തിരിച്ചറിഞ്ഞാൽ നമുക്ക് നമ്മളായി തന്നെ ജീവിക്കാൻ സാധിക്കും. വളരെ കുറച്ച് സമയത്തേക്ക് നമുക്ക് നമ്മളല്ലാതിരിക്കേണ്ടതുള്ളൂ. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മുഴുവൻ സമയം തന്നെ നമ്മളല്ലാതെ ജീവിക്കേണ്ടതായിട്ട് വരും. ശരിക്കും എല്ലാവരും ആരെയാണ് ഈ പേടിക്കുന്നത്? ഈ മറ്റുള്ളവർ എന്ന് പറയുന്നത് ആരാണ്? ഒരു കൂട്ടം ആൾക്കാരല്ലേ? അവരെല്ലാം ഒരുപാട് പ്രയാസങ്ങളുള്ളവരല്ലേ വ്യക്തിപരമായി നോക്കുമ്പോൾ? ചില സമയത്ത് ഈ മറ്റുള്ളവർ എന്ന് പറയുന്നവർ കൂട്ടമായി നിന്ന് നിങ്ങളോടൊരു കാര്യം പറയുന്നു. ആ കാര്യം കേട്ട് നിങ്ങൾ അടിമുടി ഉലയുന്നു. ചിലപ്പോൾ സാമൂഹ്യ സാഹചര്യത്തിൽ പൊതുധാരണയുടെ അടിസ്ഥാനത്തിലുള്ളൊരു കാര്യം അവർ പറയുന്നതായിരിക്കാം. പക്ഷെ ആ പൊതുധാരണയിൽ നിങ്ങൾ ഉൾപ്പെടണം എന്നില്ല. അതെല്ലാവരും അങ്ങനെ ഉൾപ്പെടില്ല. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. എല്ലാവരും പറയുന്നത് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരെന്ന് പറയുന്ന അവർ ഓരോ വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ തന്നെയാണ്. അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നവർ, അന്നന്ന് വേണ്ട ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് ദിവസങ്ങളിലെ സ്ട്രഗിൾസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവർ, അവർക്ക് ചിലപ്പോൾ വീണ് കിട്ടുന്ന ഒരു അവസരമായിരിക്കും നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടുകയോ പറയുകയോ അന്വേഷിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ കാര്യത്തിന് ചെറിയൊരു ബ്രേക്ക് കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. വടക്ക് നോക്കി യന്ത്രത്തിലെ സിനിമയിലെ ക്യാരക്ടർ കാണുന്നത് പോലെ ശ്രീനിവാസൻ ചമ്മുന്നതും തോൽക്കുന്നതും ഡൗൺ ആകുന്നതും കാണുമ്പോൾ കാഴ്ചക്കാർക്ക് തോന്നും നമ്മൾ അത്രയുമൊന്നും അത്ര മോശക്കാരൊന്നുമില്ല, അതിനേക്കാട്ടിലും ബെറ്ററാണ്, അതിന് അത്ര ആത്മവിശ്വാസക്കുറവൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ആശ്വാസം തോന്നും. ഒരാളുടെ സ്ട്രഗിൾ കണ്ട് എങ്ങനെ ചിരിക്കാൻ സാധിക്കും? ശരിക്കും നമ്മുടെ ഉള്ളിലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് നമ്മളെ കൊണ്ട് ചിരിപ്പിക്കുന്നത് അവിടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുക. വൈൽഡ് ഹോഴ്സ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ആഫ്രിക്കയിലെ വൈൽഡ് ഹോഴ്സസ് വവ്വാൽ കടിക്കുമോ എന്ന് വിചാരിച്ച് പാനിക്കായിട്ട് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവർ വളരെ എക്സോസ്റ്റഡായി ക്ഷീണിക്കും. ശരിക്കും വവ്വാലുകൾ വളരെ റെയറായിട്ടേ ഹോഴ്സസിനെ കടിക്കാറുള്ളൂ. കടിച്ചാൽ തന്നെയും അവർക്ക് ചെറിയൊരു വേദന, ചെറുതായിട്ടൊരു ബ്ലഡ് സക്ക് ചെയ്യും, അതൊന്നും അവർക്കൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ ഈ ബാറ്റുകളെ പേടിച്ച് നെട്ടോട്ടം ഓടി ഓടി തളർന്ന അവശരായി അവരുടെ എനർജി മുഴുവനും അവർ കളയും. എന്നതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ എനർജി കളയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഈ ആഫ്രിക്കൻ വൈൽഡ് ഹോഴ്സ് സിൻഡ്രം നമ്മൾ കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. വൈൽഡ് ഹോഴ്സസിന്റെ ശരിയായിട്ടുള്ള അവസ്ഥ എന്താണ്? അത് ബാറ്റ്സ് വന്ന് ബൈറ്റ് ചെയ്യുന്നത് വളരെ റെയറാണ്, ചെയ്താൽ തന്നെ വലിയൊരു ഇഷ്യൂ ഒന്നുമല്ല. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പേടിക്കുന്ന കാര്യം മനസ്സിലാക്കി സ്വന്തം പ്രതിബിംബത്തെ, റിഫ്ലക്ഷനെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും സന്തോഷത്തോടുകൂടെയും നമുക്ക് ജീവിക്കാം. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.